നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പ്രവചനം വരുന്നു. ഇത്തരത്തിലുള്ള പല ഭയാനകമായിട്ടുള്ള പ്രവചനങ്ങൾ നമ്മുടെ ഭൂമിയിൽ പല രാജ്യങ്ങളിലും സംഭവിക്കുമെന്നുള്ളത് പല ജ്യോതിഷികളും മുൻപ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ആ ദുരന്തം സംഭവിച്ചില്ല. പകരം മറ്റൊരു രാജ്യത്താണ് ഇപ്പോൾ വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്കത്തിലാണ് ലോകം മുഴുവൻ. അത് സൃഷ്ടിച്ച അങ്കലാപ്പ് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ചെറുതല്ല. അത് ഒരു സാമ്പത്തിക സുനാമിയായി ജപ്പാനിൽ അലയടിച്ചു എന്ന് മാത്രം. വിനോദസഞ്ചാര മേഖലയിൽ 30,000 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായെന്നാണ് കണക്കുകൾ. ഈ കണക്ക് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ജൂലൈ 5 പുലർച്ചെ 4:18 മഹാദുരന്തം സംഭവിക്കുമെന്നായിരുന്നു മാംഗ ആർട്ടിസ്റ്റായ തസുഗിയുടെ പ്രവചനം. മഹാനഗരങ്ങൾ കടലിൽ വീഴുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രവചനത്തിന്റെ പിന്നാലെയായിരുന്നു സമൂഹ മാധ്യമങ്ങൾ ഒന്നാകെ. താൻ സ്വപ്നത്തിൽ കണ്ടത് എന്ന വാദത്തോടെ റിയോ തസുഗി ഇതിനു മുൻപും തന്റെ പല പ്രവചനങ്ങളും പുസ്തകങ്ങളിലൂടെ എഴുതി പറഞ്ഞിട്ടുണ്ട്. യാഥാർത്ഥ്യമോ ഭാവനയോ എന്ന് ഉറപ്പില്ലാത്ത ഈ പ്രവചനങ്ങൾ സംഭവിച്ചതോടെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഭയത്തോടെയും ആശങ്കയോടെയുമാണ് തസുഗിയുടെ പ്രവചനത്തെ കണ്ടത്. ആശങ്കപ്പെട്ടതുപോലെ ഒന്നും സംഭവിക്കാതിരുന്നതിന്റെ ആശ്വാസത്തിലാണ് പക്ഷേ എല്ലാവരും. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും നിറയുകയാണ്. തസുഗി പ്രവചിച്ച ദുരന്ത സമയമായ പുലർച്ചെ 4:18 പിന്നിട്ടിട്ടും ജപ്പാനിൽ എവിടെയും വലിയ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാവരും സുരക്ഷിതരാണെന്ന് ജപ്പാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ തസുഗിയുടെ പ്രവചനത്തോടെ ജപ്പാനിലെ ടൂറിസം മേഖലയ്ക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. ഭൂകമ്പവും പിന്നാലെ മെഗാ സുനാമിയും ഉണ്ടാകുമെന്ന ഭീതിയിലായി ജനങ്ങൾ. ദുരന്തം സംഭവിച്ചെങ്കിലും പ്രവചനം ജപ്പാന്റെ സാമ്പത്തിക രംഗത്തെയും ടൂറിസത്തെയും ഗുരുതരമായി ബാധിച്ചു. സഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്ര കൂട്ടത്തോടെ റദ്ദാക്കി. അടുത്തിടെ തീവ്രത കുറഞ്ഞ 100 കണക്കിന് ചെറുഭൂചലനങ്ങൾ ഉണ്ടായതോടെ ആശങ്ക ഇരട്ടിയായി. ക്യുഷു ദ്വീപിൽ അഗ്നിപർവ്വത സ്ഫോടനം കൂടി ഉണ്ടായി. സഞ്ചാരികൾ കുറഞ്ഞതോടെ ഹോങ്കോങ്ങിൽ നിന്നുള്ള ചില ഫ്ലൈറ്റുകൾ റദ്ദാക്കി. ഭീതി മാറ്റാൻ താൻ ഒരു പ്രവാചകയല്ല എന്ന് തസുഗി പ്രസ്താവന ഇറക്കിയിട്ടും ഫലമുണ്ടായില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ അഗ്നിപർവ്വത സ്ഫോടന സാധ്യതയുള്ള പസഫിക് റിംഗ് ഓഫ് ഫയർ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ജപ്പാൻ. ചെറുഭൂചലനങ്ങൾ ജപ്പാനിൽ സാധാരണമാണ്. ഇവയെ അതിജീവിക്കാൻ ശേഷിയുള്ളതാണ് കെട്ടിടങ്ങൾ. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ജപ്പാനിലേക്കുള്ള യാത്ര ഇതോടുകൂടി റദ്ദാക്കിയത്. ആളുകൾ കൂട്ടത്തോടെ വിമാനയാത്ര ഉപേക്ഷിച്ചതോടെ വിമാന കമ്പനി സർവീസുകൾ തന്നെ നിർത്തിവെച്ചു. ഇതിൽ നിന്ന് മാത്രം ഏകദേശം $390 കോടി നഷ്ടം ജപ്പാൻ ഉണ്ടായെന്നാണ് കണക്കുകൾ. ആകെ നഷ്ടം 30,000 കോടിക്ക് മുകളിലാണ്. ഏപ്രിലിൽ ജപ്പാനിൽ 3.9 ദശലക്ഷം സഞ്ചാരികളാണ് എത്തിയത്. എക്കാലത്തെയും ഉയർന്ന പ്രതിമാസ റെക്കോർഡായിരുന്നു ഇത്. എന്നാൽ മെയ് മുതൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ ഇടിവുണ്ടായി. ഇതിനു മുൻപും പല പ്രവചനങ്ങളും ഫലിച്ചിട്ടുണ്ടായിരുന്നു. ജാപ്പനീസ് ബാബ വാങ്ക എന്നാണ് റിയോ തസുഗി അറിയപ്പെടുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് പ്രവചനങ്ങൾ നടത്തി പ്രശസ്തിയായ ബൾഗേറിയക്കാരിയാണ് ബാബ വാങ്ക. ജപ്പാനിൽ 20,000-ഓളം പേരുടെ ജീവനെടുത്ത 2011 ഭൂകമ്പവും സുനാമിയും തസുഗി പ്രവചിച്ചിരുന്നെന്നാണ് അവകാശവാദം. കോമിക് ഇല്ലുസ്ട്രേറ്ററായ തസുഗി 1999 രചിച്ച ദി ഫ്യൂച്ചർ ഐ സോ എന്ന ചിത്രകഥാ പുസ്തകത്തിലൂടെയാണ് പ്രവചനങ്ങൾ നടത്തിയത്. താൻ കണ്ട സ്വപ്നങ്ങൾ തസുഗി ചിത്രകഥാ രൂപത്തിൽ ആക്കുകയെന്നത്രേ. 2021 പുസ്തകം വീണ്ടും പുറത്തിറങ്ങി. 2025 ജൂലൈ 5 പുലർച്ചെ 4:18 ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലെ കടൽ തിളച്ചുമറിയുമെന്നും 1000 മരിക്കുമെന്നും പ്രവചിച്ചിരുന്നു. ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം, ഡയാന രാജകുമാരിയുടെ മരണം എന്നിവരുടെ മരണത്തെപ്പറ്റിയും വർഷങ്ങൾക്ക് മുമ്പേ തസുഗി സ്വപ്നം കണ്ടെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ജപ്പാനിൽ തസുഗിയുടെ പ്രവചനങ്ങൾ ഫലിച്ചില്ല. പക്ഷേ ആ പ്രവചനങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള തസുഗിയുടെ വാക്കുകൾക്ക് ജപ്പാനിൽ വലിയൊരു സുനാമി സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ജപ്പാനിലെ നഷ്ടങ്ങളുടെ കണക്കുകൾ വിളിച്ചു പറയുന്നത്. അതേസമയം അമേരിക്കയിലെ ടെക്സാസിലെ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ കാണാതായ കുട്ടികൾക്കായി പ്രാർത്ഥനകളോടെ കാത്തിരിക്കുകയാണ് മാതാപിതാക്കൾ. ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമെന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്നുള്ള പ്രത്യാശയിലാണ് അവർ. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. റിയോ തസുഗിയുടെ പ്രവചനം യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയാണ്. ഭയാനകമായ സുനാമിയാണ് റിയോ തസുഗി പ്രവചിച്ചതെങ്കിൽ അമേരിക്കയിലെ ടെക്സസിൽ നടന്നിരിക്കുന്നത് മിന്നൽ പ്രളയമാണ്.
15 കുട്ടികൾ ഉൾപ്പെടെ 46 പേരെങ്കിലും മരണമടഞ്ഞിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഗൗഡ്ലൂപ്പ് നദിയിലെ ജലം സാധാരണയിൽ നിന്ന് 30 അടി ഉയർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന കുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിലേക്ക് ഇരച്ചു കയറിയതിനെ തുടർന്നാണ് കുട്ടികളെ കാണാതായത്. പലരും വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടാകാമെന്ന ആശങ്ക ഉള്ളപ്പോൾ പോലും മാതാപിതാക്കൾ പ്രത്യാശ കൈവിടാതെ മക്കൾക്കായി കാത്തിരിക്കുകയാണ്. പലരുടെയും വീടുകളിരുന്ന സ്ഥലത്ത് അതിന്റെ ലാഞ്ചന പോലും ഇല്ല എന്നതാണ് മറ്റൊരു ദുരന്തം. ടെക്സാസ് നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ കാലതാമസം നേരിട്ടതിന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നിയോമിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ശനിയാഴ്ച ടെക്സാസ് ഗവർണർ ഗ്രെഗ് അബോട്ടിനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകാൻ വൈകിയ നാഷണൽ വെതർ സർവീസിന്റെ നടപടിയും അതിനിശിതമായി വിമർശിക്കപ്പെട്ടു. അതിപുരാതന സംവിധാനമാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ളതെന്നും ജനങ്ങളുടെ സുരക്ഷയെ കരുതി ട്രംപ് ഭരണകൂടം അത് മാറ്റണമെന്നുള്ള ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ എപ്പോഴും കാലാവസ്ഥ പ്രവചിക്കുന്നത് കൃത്യമാകണമെന്നില്ല എന്നാണ് നിയോമി പ്രതികരിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ നാഷണൽ വെതർ സർവീസസ് വളരെ നല്ല രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത വ്യാപ്തി കുറയ്ക്കാനായതും ഓർക്കണമെന്നും അവർ പറഞ്ഞു. മാത്രമല്ല, ഈ മേഖലയിലേക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുകയാണെന്നും നയോമി പറഞ്ഞു. ടെക്സസിന്റെ പടിഞ്ഞാറും മധ്യഭാഗത്തുമായി വീണ്ടും പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഇതിനകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാണാതായവരെ സംബന്ധിച്ച് വിവരങ്ങൾ പങ്കുവെച്ചും ആശങ്ക രേഖപ്പെടുത്തിയും നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നത്. റിയോ തസുഗിയുടെ പ്രവചനം ടെക്സസിൽ സംഭവിച്ചതായാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത്. ടെക്സസിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നിരവധി ഹെലികോപ്റ്ററുകളും 500ഓളം രക്ഷാപ്രവർത്തകരും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. സേനാ വിഭാഗങ്ങളും സജീവമാണ്. മരണസംഖ്യ കൂടുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. US സംസ്ഥാനമായ ടെക്സസിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിന്റെ വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ഗോഡ്ലൂപ്പ് നദിയുടെ തീരത്തുണ്ടായിരുന്ന മിസ്റ്റിക് സമ്മർ ഹോളിഡേ ക്യാമ്പിലെത്തിയ 23 വിദ്യാർത്ഥികളെ ദുരന്തത്തിൽ കാണാതായി. 700ഓളം വിദ്യാർത്ഥികളാണ് പ്രളയമുണ്ടാകുമ്പോൾ ക്യാമ്പിലുണ്ടായിരുന്നത്. അതിനിടെ തന്റെ മകൾക്കായി ക്യാമ്പിൽ തിരച്ചിൽ നടത്തുന്ന ഒരു പിതാവിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. US ഓസ്റ്റിൻ സ്വദേശിയായ മൈക്കിളാണ് തന്റെ 8 വയസ്സുകാരി മകളെ തിരഞ്ഞുകൊണ്ട് ക്യാമ്പിലെത്തിയത്. എൻ്റെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞതായി AFP റിപ്പോർട്ട് ചെയ്തു. പിന്നീട് അവളുടെ പേരെഴുതിയ ഒരു ടവൽ, ഒരു വള, ഒരു കുടുംബചിത്രം എന്നിവ അദ്ദേഹം അവിടെ നിന്ന് കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. കനത്ത പേമാരിയെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 4ഓടെയാണ് വെള്ളപ്പൊക്കമുണ്ടായത്. ഗോഡ്ലൂപ്പ് നദിയിലെ 45 മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് 26 അടി ഉയർന്നു. കുത്തിയൊലിക്കുന്ന പ്രളയജലത്തിൽ സമ്മർ ക്യാമ്പിന്റെ ക്യാബിനുകളിൽ ഒന്ന് ഒഴുകിപ്പോകുന്ന ഭയാനകമായ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഒഴുകുന്ന ക്യാബിനിൽ നിന്ന് കൂട്ടനിലവിളി ഉയരുന്നതും ആളുകൾ ടോർച്ചടിച്ച് നടക്കുന്നതും കാണാം. കാണാതായ പെൺകുട്ടികളെ സംബന്ധിച്ച് വിവരം കിട്ടുന്നതിനായി ഇവരുടെ ചിത്രങ്ങളും വിശദാംശങ്ങളും രക്ഷിതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. സൈപ്രസ്, ഓക്ക്, പെക്കാൻ മരങ്ങൾ ഇടതൂർന്ന് വളരുന്ന നദീതടങ്ങളിലാണ് മിസ്റ്റിക് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. 1926 ടെക്സസ് സർവകലാശാല കോച്ചായിരുന്ന ജെയിംസ് സ്റ്റുവാർട്ടാണ് സെക്കൻഡ് ഗ്രേഡ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്കായി ക്യാമ്പ് തുടങ്ങിയത്. 1939 ഒരു അമേരിക്കൻ കുടുംബം ക്യാമ്പ് വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. ഏതായാലും വലിയൊരു ദുരന്തമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം തന്നെ കാണാതായിട്ടുള്ള കുട്ടികളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെല്ലാം തന്നെ.